ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നുള്ളൊരു പാഠഭാഗമാണ്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പാഠഭാഗത്തിൻ്റെ പേര് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നാണ്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം 1ാം ദിവസത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ശ്ലോകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, നള മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന നാരദ മഹർഷി കണ്ഠിനപുരിയിലെ ദമയന്തിയെക്കുറിച്ച്, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നള മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അവളെ നേടുന്നതിന് വേണ്ടി എന്തും യത്നിക്കണമെന്നും നാരദൻ അദ്ദേഹത്തോട് പറയുകയാണ്. ഇത് കേട്ട നളൻ പിന്നീട് ദമയന്തിയുടെ രൂപഗുണങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ നളൻ രാജ്യഭാരം മന്ത്രിയെ ഏൽപ്പിച്ച് ഒരു ഉദ്യാനത്തിലേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ വിജനമായ ഒരു ഉദ്യാനത്തിൽ വസിക്കുന്ന നളൻ അവിടെ ഒരു സ്വർണ്ണവർണ്ണമുള്ള അരയന്നത്തെ കണ്ട് കൗതുകത്തോടെ അതിനെ പിടിക്കുന്നു. ഹംസത്തിൻ്റെ ദയനീയമായ വിലാപം കേട്ടപ്പോൾ നളൻ അതിനെ വിട്ടയക്കുന്നു. ഇതാണ് ഈ പാഠഭാഗത്തിലെ ആശയമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകങ്ങൾ വായിക്കാം. വിദർഭയിലെ രാജാവായ ഭീമൻ്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്നും ദമയന്തിയുടെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. പ്രണയയോഷനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. നമുക്ക് നോക്കാം. ഖണ്ഡാരം അഠന്ത. ശ്ലോകം: അനക്കം കൂടാതെ നരവരനണഞ്ഞാശു കൂതുക ധനർഘസുർനാഭം ശയിതമരയന്ന പരിവൃഢം. അരയന്നത്തെ കണ്ട നളൻ അനക്കം കൂടാതെ, ശബ്ദമുണ്ടാക്കാതെ, നരവരനണഞ്ഞാശു, ആ ഹംസത്തിൻ്റെ അടുത്തേക്ക്, നരവരൻ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ നളൻ മഹാരാജാവായിരുന്നു. അണഞ്ഞു കൂതുക ധനർഘസുർനാഭം ശയിതമരയന്ന പരിവൃഢം, അവിടെ ഉറങ്ങുകയും ശയിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ സ്വർണത്തിൻ്റെ നിറമുള്ള ചിറകുകളിൽ സ്വർണമുള്ള നമ്മുടെ അരയന്നത്തെ പിടിക്കാമെന്നുള്ള രീതിയിൽ അടുത്തേക്ക് നള മഹാരാജാവ് പോവുകയാണ്. ഇണക്കാമെന്നോർത്തങ്ങിതമൊടു പിടിച്ചൊരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോധാതി കരുണം. ആ ഹംസത്തെ പിടിച്ച് ഇണക്കി വളർത്താമെന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു നളൻ ആ ഹംസത്തെ പിടിച്ചതും കനക്കും ശോകം പൂണ്ടവനതാ രുരോധാതി കരുണം. ആ ഹംസം പിടിച്ചതും വളരെ ദയനീയമായി, വളരെ സങ്കടത്തോടുകൂടി അവിടെ വിലപിക്കുകയാണ് ഉണ്ടായത്. ഹംസം. പദം പല്ലവി. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. അപ്പം നമ്മൾ ഹംസം പറയാണ്, ശിവ ശിവ, ഞാൻ എന്തു ചെയ്യും? ഈ രാജേന്ദ്രൻ, ഈ മഹാരാജാവ് എന്നെ ചതിച്ചു കൊല്ലുമോ എന്നാണ് ഹംസം ചോദിക്കുന്നത്. അനുപല്ലവി. വിവശം നിരവലംബം മമ കുടുംബവുമിനി. എന്താ പറയണേ? വിവശം നിരലംബം മമ കുടുംബമിനി, എൻ്റെ കുടുംബം ഇനി എന്തു ചെയ്യും? അവർക്ക് ഇനി ആരും ഇല്ലാതാവില്ലേ? എന്നെ പിടിച്ചാൽ എൻ്റെ കുടുംബത്തിന് ഇനി ആരുണ്ട് എന്ന വിലാപമായിരുന്നു അരയന്നത്തിനുണ്ടായിരുന്നത്. ചരണം 1. ജനകൻ മരിച്ചുപോയി തനയൻ ഞാനൊരുത്തനൻ, ജനനി തൻ്റെ ദശ ഇങ്ങനെ, അഭിജ മമ ദയിത കളിയല്ല നദി ചിരസൂത പ്രാണൻ, കളയുമതി വിതുര എന്നാൽ കുലമിതകിലവും അറുതി വന്നിതു. ഹംസം പറയുകയാണ്, ജനകൻ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി ഹംസത്തിൻ്റെ. തനയൻ ഞാനൊരുത്തൻ, ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ. ജനനി തൻ്റെ ദശ ഇങ്ങനെ, അമ്മയ്ക്കും വയ്യാതെ ഇരിക്കുന്നു. അഭിജ മാത്രമല്ല, അഭിജ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, മമ ദയിത കളിയല്ല നദി ചിരസൂത പ്രാണൻ, എൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതേ ഉള്ളൂ.
കളയുമതിവിദുരമാമെന്നിൽ ഞാനില്ലാതായാൽ എൻ്റെ പത്നിയും ജീവൻ കൈവെടിയുമെന്നാണ് ഹംസം പറയുന്നത്. അങ്ങനെ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുലമിതകിലവും അറുതി വന്നിടും, എൻ്റെ കുലം തന്നെ ഇല്ലാതാകും, എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാകുമെന്ന് വിലപിച്ചുകൊണ്ട് ഹംസം നളനോട് പറയുകയാണ്. ചരണം 2. ചെറുതും പിഴ ചെയ്തൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭുവതേ. എന്താ പറയണേ? ചെറുതുമായ പിഴ ചെയ്തൊരെന്നെ കൊന്നാൽ, എന്നെ കൊന്നാൽ, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ, മഹാരാജാവേ അങ്ങക്ക് ദുരിതമുണ്ടാവും. മനസ്സിരുചി ജനനം എൻ്റെ ചിറകു മണികനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. എൻ്റെ ചിറകിലുള്ള ഈ സ്വർണം കൊണ്ട്, കനകം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല. എന്നെ പിടിച്ച്, അതായത് ഹംസം പേടിച്ചുകൊണ്ട് പറയുകയാണ്, ഹംസത്തെ പിടിച്ച് ഹംസത്തിൻ്റെ സ്വർണ്ണ നിറമുള്ള ചിറക് കണ്ടിട്ടാണ് നളൻ പിടിക്കുന്നതെന്നോർത്ത്, തൻ്റെ ഈ കനകം കൊണ്ട്, എൻ്റെ ചിറകിലുള്ള മണികൾ കൊണ്ട് അങ്ങക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല, അങ്ങക്ക് ഇതുകൊണ്ട് ദോഷം മാത്രമേ വരികയുള്ളൂ എന്ന് ഹംസം പറയുന്നുണ്ട്. അയ്യോ ഗുണവും അനവധി ദോഷമായതു എൻ്റെ ഈ സ്വർണ്ണ നിറം കൊണ്ട്, ഈ ഭംഗി കൊണ്ട് എനിക്ക് തന്നെ ദോഷമായി വന്നല്ലോ. ശിവ 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 എന്ന് പറയുന്നത് എന്താ? ആ ഒരു ഹംസത്തിൻ്റെ ദയനീയാവസ്ഥ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശിവ ശിവ എന്നുള്ളത് പറയുന്നത്. ഹംസം ഇവിടെ വിചാരിക്കുകയാണ്, തൻ്റെ ഈ ഭംഗിയാണ് എനിക്ക് തന്നെ ദോഷമായി തീർന്നത്. അതായത് ഈ ഭംഗി കൊണ്ടാണല്ലോ നളൻ എന്നെ മോഹിച്ച, എന്നെ പിടികൂടാനാഞ്ഞത് എന്നാണ് ഹംസൻ ചിന്തിക്കുന്നത്.
നളൻ പദം 1 ചരണം 1. അറിക ഹംസമേ അരുതു പരിദേവിതം വിരസഭാവമില്ല നിന്നിൽ മേ. എന്താ ഹംസത്തിനോട് പറയുന്നത്? ഹംസമേ, നീ അറിയുക, നീ ഒരിക്കലും പരിദേവിക്കരുത്, നീ ഒരിക്കലും സങ്കടപ്പെടരുത്. വിരസഭാവമില്ല നിന്നിൽ മേ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, ഒരു വിരസവുമില്ല. ദേഹമനുപമിതം കാൺമാൻ മോഹപരമുദിതം, നിന്റെ ഭംഗിയുള്ള ശരീരം കണ്ട് ഞാൻ നിന്നെ മോഹിച്ചതാണ്, അല്ലാതെ നിന്നെ ഒരിക്കലും ഞാൻ ദ്രോഹിക്കാൻ വന്നതല്ല. നിങ്കൽ സ്നേഹമേ വിഹിതം നാമയ, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയതല്ല. ദ്രോഹമിതു പൊഴുതമേഘ ഗഗവര ഗുണനിധേ ഖേദമരുതു തേ പറന്നിച്ചയൊത്ത വഴി ഗച്ഛ നീ. നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല, നീ ഒരു സങ്കടവും പെടാതെ നീ പറന്നു പോയിക്കൊള്ളുക എന്നാണ് നളൻ പറഞ്ഞത്. ഹംസത്തിൻ്റെ വിലാപം കേട്ട്, സങ്കടം കേട്ട് എന്തു ചെയ്തു? നളൻ ഹംസത്തെ സ്വതന്ത്രനാക്കിക്കൊണ്ട് നീ പറന്നു പോയിക്കൊള്ളുക എന്ന് പറയുകയാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അതിനുശേഷം സ്വതന്ത്രനായിട്ട് പോകുന്ന സന്തോഷവനായ ഹംസം നളന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും നീ എന്നെ സ്വതന്ത്രമായിട്ട് വിട്ടതല്ലേ, അതിനു വേണ്ടി ഞാൻ ദമയന്തിയുടെ അടുത്ത് പോയിട്ട് ദമയന്തിയുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു വരികയും നളന് ദമയന്തിയെ കല്യാണം കഴിച്ച് വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും വിചാരിച്ചുകൊണ്ട് ഹംസം അവിടുന്ന് സ്വർണത്തോടുകൂടി പറന്ന് അകലുകയാണ്. ഈ ഒരു കവിതയുടെ ഈ ഭാഗങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. നീ നിരവലംബം മമ കുടുംബം. ഇനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? ചർച്ച ചെയ്യുക. ഹംസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഹംസം തനിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ തൻ്റെ കുടുംബത്തെയാണ് ആദ്യം ഓർത്തത്. എന്നിട്ട് നളനോട് എൻ്റെ കുടുംബത്തെ പറ്റി പറയുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാവും എന്നും ചെറുതായ എന്നെ പിടിച്ചാൽ താങ്കൾക്ക് ദുരിതം വന്നു ചേരുമെന്നും പറയുന്നു. ഇതിൽ നിന്ന് തൻ്റെ കുടുംബത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിനും വില നൽകുന്ന ആളാണ് ഹംസം. അതുമാത്രമല്ല, തന്നെ വെറുതെ വിട്ടപ്പോൾ അത് നന്ദി സൂചകമായി നളനു വേണ്ടി ദമയന്തിയുടെ അടുത്തേക്ക് പോകാമെന്നും പറയുന്നുണ്ട്. നിങ്കൽ സ്നേഹമേ വിഹിതം ന മയ ദ്രോഹമിതു പൊഴുതമര ഖഗവര ഗുണനിധേ. വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥയിലെ കഥാപാത്രമാണ് നളൻ. നളൻ മഹാരാജാവിൻ്റെയും ദമയന്തിയുടെയും കഥയാണ് നളചരിതം ആട്ടക്കഥയിൽ പറയുന്നത്. ഇവിടെ പാഠഭാഗത്ത് നളചരിതമാട്ടക്കഥയുടെ 1-ാം ദിവസത്തെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നാരദ മഹർഷിയിൽ നിന്നും ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സൗന്ദര്യമുള്ള ദമയന്തിയെക്കുറിച്ച് അറിഞ്ഞ നളൻ പിന്നീട് ഏതു നേരവും ദമയന്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. രാജ്യഭരണത്തിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെയായി. അങ്ങനെ ഒരു ദിവസം ഉദ്യാനത്തിൽ നിൽക്കുമ്പോൾ വളരെ ഭംഗിയുള്ള സ്വർണ്ണ നിറമുള്ള ഒരു ഹംസത്തെ കണ്ട് അതിൻ്റെ ഭംഗിയിൽ ആകർഷനായ നളൻ ഉറങ്ങുന്ന ആ ഹംസത്തെ പേടിച്ചു പോയ ഹംസം തൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നും താൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്കും തൻ്റെ ഭാര്യ കുഞ്ഞിന് ജന്മം നൽകി അധികം നാളായില്ല എന്നും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭാര്യ ജീവനോടെ ഇരിക്കില്ല എന്നും അങ്ങനെ എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാകുമെന്നും പറഞ്ഞ് വിലപിച്ചു. അരിയണത്തിൻ്റെ വിലാപം കേട്ട നളൻ ഹംസത്തെ സ്വതന്ത്രനാക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല പിടിച്ചത് എന്നും ഇണക്കി വളർത്താൻ വേണ്ടിയാണ് എന്നും ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം, നിനക്ക് ഇപ്പോൾ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി പറക്കാമെന്നും പറഞ്ഞു വിട്ടു. നളൻ്റെ ദമയന്തിയോടുള്ള ഇഷ്ടം മനസ്സിലാക്കി തന്നെ വിട്ടതിനുള്ള നന്ദി സൂചകമായി ഹംസം ദമയന്തിയുടെ അടുത്ത് പോകാം എന്ന് പറഞ്ഞു. ഇതിൽ നിന്നും നളൻ നല്ലൊരു രാജാവും അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാം. മറ്റുള്ളവരോട് കരുണയോടെയാണ് പെരുമാറുന്നത്. അങ്ങനെ ദമയന്തിയെ കണ്ടുമുട്ടിയവർ ഒന്നിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങൾ ആണ് നളനും ദമയന്തിയും തമ്മിലുള്ള പ്രണയം. ദ്രോഹമിതു പൊഴുതമര ഖഗവര ഗുണനിധേ ഖേദമരുതുതി പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛനി. ചില അക്ഷരങ്ങൾ വരികൾ ആവർത്തിക്കുന്നുണ്ട്. ഇത് കാവ്യപാത്
ഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. കവിത ചൊല്ലുമ്പോൾ അതിന് താളം കിട്ടുന്നതിന് പ്രത്യേക രീതിയിൽ ചൊല്ലുവാനും കവികൾ പലതരം പ്രാസങ്ങളും അക്ഷരങ്ങൾ ഇരട്ടിക്കലും ചെയ്യാറുണ്ട്. ഇത് കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കാനാണ്. ആരികഹംസമേ അരുതു പരിദേവിതം വിരസഭാവമില്ല നിന്നിൽ മീം ദേഹമനുപവിതം കാൺമാൻ മോഹഭൂതി നിങ്കൽ സ്നേഹമേ വിഹിതം നമയ ദ്രോഹമിതു പൊഴുതമരഘ ഗവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛ നീ. ഈ വരികളിൽ സഹന, താര തുടങ്ങിയ വാക്കുകൾ ഓരോ വരികളിലും ചേർത്തിട്ടുണ്ട്. ഇത് കവിത താളത്തിൽ ചൊല്ലാനും കേൾക്കും മുമ്പമുള്ളതാകാനും കഴിയും. അടുത്ത ചോദ്യഭാഗത്തേക്ക് പോകാം. ചെറുതു പിഴ ചെയ്തോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ. ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ചെറുതായിട്ടുള്ള എന്നെ രാജാവ് കൊല്ലുകയാണെങ്കിൽ ബഹുദുരിതമുണ്ടു ഭൂപതേ, എന്നാൽ അങ്ങേക്ക് ദുരിതം വന്നു ചേരും, ദുരിതമുണ്ട്, എന്നെ എന്തിനാണ് കൊല്ലുന്നത് അല്ലേ? രാജാവ് പിടിച്ചപ്പോൾ ഹംസ എന്താ പേടിച്ചു പോയി. തന്നെ കൊല്ലാനാണ് പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാജാവ് തന്നെ കൊല്ലാനാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹംസത്തിന് പേടിച്ചു പോയി. ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. ഈ പാഠഭാഗത്ത് ഭംഗിയുള്ള ഹംസത്തെ കണ്ടപ്പോൾ നളന് മോഹം തോന്നി. അതിനെ ഇണക്കി വളർത്താൻ പിടിച്ചു. പേടിച്ചു പോയ ഹംസം നളനോട് പറയുന്ന വരികളാണിത്. വളരെ ചെറുതായ ആരെയും ദ്രോഹിക്കാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് ദുരിതമുണ്ടാവും മഹാരാജാവേ എന്ന് ഹംസം പറയുന്നു. ഇവിടെ തന്നെ പിടിച്ചപ്പോൾ കൊല്ലാനാണ് എന്ന് വിചാരിച്ച് തൻ്റെ കുടുംബത്തെ ഓർത്തുപോയി ഹംസം. ഇതിൽ നിന്നും തൻ്റെ കുടുംബത്തോടുള്ള അതിയായ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, ഹംസത്തെ സ്വതന്ത്രമായി വിട്ടപ്പോൾ നന്ദി പറയുകയും നളനെ ദമയന്തിയുമായി കണ്ടുമുട്ടാൻ സഹായിക്കാമെന്നും പറയുന്നു. ഇതിൽ നിന്നും ഹംസത്തിന് മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുണയും മനസ്സിലാക്കാം. അയ്യോ, ഗുണവും അനവധി ദോഷമായിങ്ങോ എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ അത് ദോഷത്തിന് കാരണമാകുന്നു എന്ന നിരീക്ഷണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വഭിപ്രായം സമർത്ഥിക്കുക. ഈ അഭിപ്രായത്തോടെ യോജിക്കുന്നു. ഈ പാഠഭാഗത്ത് നളൻ ഹംസത്തെ പിടിക്കുന്നത് അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ്. അതുപോലെ അനവധി പക്ഷികളും മൃഗങ്ങളും ചെടികളും പുഷ്പങ്ങളും കാണുമ്പോൾ നാം അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കും. ഇതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സൗന്ദര്യം ആസ്വദിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് തോന്നുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ലോകപ്രശസ്തമായ കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അവയുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ്. ഈ പാഠഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ഇതേപോലെയുള്ള പാഠങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്